Hello guys, welcome to my channel Mallu Star Official. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ IBD 3D പ്ലഗിങ്ങിൽ നമുക്കൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്ഡേറ്റിൻ്റെ തന്നെ. അതും ഇത് കണക്ക് അത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ വരുന്നൊരു ഇതായിരുന്നു, അപ്ഡേറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ അടുത്തതായിട്ട് നോക്കുമ്പോൾ IBD 3Dയിലാണ്. അതിലൊരു ലോറിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ലോറി എങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് IBD 3D പ്ലഗിങ്ങിലേക്ക് പോകണം. അപ്പം നമുക്ക് ആദ്യം IBD 3D പ്ലഗിങ്ങിലേക്ക് പോകാം. നമ്മൾ നെറ്റ് ഓണാക്കി ഇടുന്ന അതിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് സ്വൈപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇതെവിടെ രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോയുടെ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്. മേഡ് വിത്ത് യൂണിറ്റി എന്ന് പറഞ്ഞപ്പം നമ്മൾ IBD 3D പ്ലഗിങ്ങിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു വെഹിക്കിൾസിൻ്റെ ഓപ്ഷനിൽ നമുക്കൊരു ലാസ്റ്റ് ഒരു ലോറി കിടക്കുന്ന നമുക്കൊന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിന് മുമ്പ് ഒരു കാര്യം ചെക്ക് ചെയ്യണം. കാരണം ഞാനിനി ഈ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് വേറെ വല്ല അപ്ഡേറ്റും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതും കൂടി ഞാൻ കാണിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകാം. വേറെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്ലെയർ മോഡല്ലാതെ കണക്കാണ്, ടെക്സ്ചർ മോഡും കൂടി ടെക്സ്ചർ മോഡിലും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെഹിക്കിൾസിൽ കയറിയിട്ട് ഇത് ചെയ്യാം. അതിന് നമുക്ക് ആദ്യം സെലക്ട് ചെയ്യണം. ഈ ഒരു ഇതിൻ്റെ സെലക്ട് കൊടുത്തിട്ട് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് കോപ്പീഡ് ലിങ്ക് എന്ന് കാണിച്ചിട്ട് മോഡ് കോപ്പീഡ് നൗ ഓപ്പൺ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിം ആൻഡ് ഗോ ടു ഇൻ്റർനെറ്റ് പേസ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് വേഗം തന്നെ ബാക്കിൽ പോയിട്ട് നമ്മൾ നേരെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D കയറിയിട്ട് നമുക്ക് ഇത് നിൽക്കാം. ഈ സ്ലോ മോഷൻ്റെ പെട്ടലാണോ നോക്കി നമുക്ക് ഇത് കയറാം. നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇൻ്റർനെറ്റ് ആ ഒരു ഭൂതക്കണ്ണാടിയുടെ ചിഹ്നത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് കാണാം. പേസ്റ്റ് ചെയ്യുക. പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കും. നമ്മൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യുക. നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ചെറുതായിട്ട് ഇതാ ഇവിടെ എഴുതി കാണിക്കുന്നതാണ്. ഇവിടെ എഴുതി കാണിക്കും. അപ്പം നമ്മൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് തീരുന്നവരെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ബാക്കിൽ പോകണം. അതായത് നമ്മുടെ ഗെയിമിൻ്റെ തുടക്കത്തിലുള്ള പേജിൽ കയറുക. അയ്യോ ആഡ് വന്ന് കുഴപ്പമില്ല. നമുക്ക് ബാക്കിൽ പോയിട്ട് കയറുമ്പോഴത്തേക്കും ആടെല്ലാം അങ്ങ് പോയി കിട്ടിയോളൂ. അങ്ങനെ നമ്മൾ ഗെയിമിൻ്റെ അകത്ത് പിന്നെയും കയറണം. അപ്പം നമുക്ക് ഇത് കാണുന്നതായിരിക്കും. പുതിയതായിട്ടൊരു ഇത് ക്രിയേറ്റ് ആകും. പക്ഷേ നമ്മുടെ പേസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പോവാത്തില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ചീറ്റ് കോഡ് വരാം. ആദ്യം ഷർട്ട് ഞാനൊന്ന് മാറ്റിയിട്ടെ. അതിൻ്റെ ചീറ്റ് കോഡ് വരുന്നത് 27 അവിടെ അതിൻ്റെ മുകളിൽ എഴുതി കാണിക്കുക ലോറിയുടെ ചീറ്റ് കോഡ്. വണ്ടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ലോറി. സൈഡിൽ മണൽ വണ്ടിയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ സൈഡിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദിയിൽ. എനിക്ക് ഹിന്ദി വായിക്കാൻ അറിയില്ല അത്ര. ഇവിടെ ഓൾ ഇന്ത്യ പ്രാമിറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രേമിറ്റം തന്നെയാണോ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് ഓടി നോക്കാം ഇതിൻ്റെ ഈ വണ്ടി എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ക്യാമറയുടെ സെറ്റിങ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു. വ്യത്യസ്തമാണ്. നമുക്ക് നേരെ ഒന്ന് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് അയ്യോ ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയി. നമ്മൾ റോട്ടിലേക്കായിരുന്നു പോകേണ്ട. ഇതെന്ത് കുഴപ്പമില്ല, ഗ്ലിച്ചായതാണ് ഫോൺ. അപ്പോൾ നമുക്ക് നേരെ തന്നെ റോട്ടിലേക്ക് ഇറക്കാം. ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് അറിയണം. ഇത് ഒരു സ്മൂത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സാധാരണ കളിക്കാം. പിന്നെ നല്ലതാണ്. ഇത് റേസിങ്ങിനൊക്കെ വേണമെങ്കിൽ പങ്കെടുക്കാം. പക്ഷെ തോറ്റു പോകുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല വണ്ടി. നമുക്ക് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഒന്ന് നോക്കണം. അതിനായിട്ട് നമുക്ക് നേരെ ഇതിലേക്ക് പോവാം. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു കുന്നുണ്ടല്ലോ, അങ്ങോട്ടൊക്കെയാണ് പോവാൻ. ആൾക്കാരെയൊക്കെ ഇടിച്ച് ആൾക്കാരും പോസ്റ്റൊക്കെ ഇടിച്ച് തെറിപ്പിച്ചോണ്ടാണ് പോകണം. ഈ വണ്ടി ആകെ ഉള്ളൊരു പ്രശ്നമായി ഈ വണ്ടി ഇത്ര വലുതായതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഇച്ചിരി ഫ്രണ്ടിലോട്ട് പോയിട്ടോ അവിടെ ചെന്ന് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എത്രയാണെന്ന് നോക്കാൻ പോവാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ കുളത്തിൽ വീഴാൻ നമുക്ക് പോകണം. അപ്പോൾ നമുക്ക് സ്പീഡിൽ തന്നെ പോവാം. ടോപ്പ് സ്പീഡ് നോക്കണം. സ്പീഡിൽ പോകണമല്ലോ. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 200 ടോപ്പ് സ്പീഡ് വരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പം നിങ്ങൾക്ക് വല്ല ഞാൻ നേരത്തെ പറഞ്ഞത് വല്ല ഗ്ലിച്ചോ കാര്യങ്ങളോ വല്ലതും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ നിർത്തുവാണ്. മല്ലു സ്റ്റാർ ഒഫീഷ്യൽ.